ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളൊരു യാത്രയിലാണ്. അതായത് നമ്മൾ ഗോവയ്ക്കാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം നല്ല ലോങ് ഉണ്ട്. അതായത് 700 സംതിങ് എന്തോ കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അവിടേക്ക് നല്ല ലോങ് ഉണ്ട്. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഒരു ദിവസത്തെ രാത്രിയിലാണ് നമ്മൾ അവിടെ എത്തുന്നത്. അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ട് രാത്രിയിലാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പം രാവിലെ മുതൽ രാത്രി ഒരു ഏകദേശം ടൈമും ഏകദേശം നല്ല ഫുള്ളായിട്ട് നമ്മൾ കാറിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ജേണിയാണ് കേട്ടോ നമ്മളിത് കാണിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം നമ്മൾ പാട്ടയച്ചിടുന്നതാണ്. അപ്പം നമ്മളൊരു 6:30 6:45 ആ ഒരു സമയത്താണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. രാവിലെ തന്നെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ വിശപ്പോ കാര്യമൊന്നും ഉണ്ടാകില്ല. അപ്പം നമ്മൾ കുറച്ചങ്ങോട്ട് പോയി ഒരു കാസർഗോഡൊക്കെ എത്തിയതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായത്. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതുപോലെ ഇടയ്ക്ക് ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കുറച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിയിട്ടൊക്കെ അങ്ങനെയൊക്കെ കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിട്ടോ. പിന്നെ അത് റോഡ് പണിയുണ്ട് കേട്ടോ. ചില സ്ഥലത്തൊക്കെ അതുപോലെ റോഡ് പണിയുണ്ട്. കൂടുതൽ ഭാഗത്തെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹൈവേ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ തന്നെ നമുക്ക് സുഖമായിട്ട് തന്നെ പോവട്ടോ. യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ട്. പിന്നെ നമ്മളിതാ അവിടെ നമ്മളെ ഗോവയിൽ മെയിനായിട്ട് ബീച്ചാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതാ ഓൾഡ് ഗോവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഒരു സ്റ്റാർട്ടിങ്ങിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ബീച്ച് കണ്ടിട്ടുണ്ടായി. അപ്പം നമ്മളവിടെ കുറേ ആളുകൾ നിർത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളെന്താ വെച്ചാൽ നമുക്ക് ഇനി ഒരുപാട് ദൂരം പോകാനുള്ളതുകൊണ്ട് അവിടെ നമ്മൾ നിർത്തിയിട്ട് സമയം ചെലവഴിച്ചില്ല. കാരണം നമുക്ക് വേഗം അപ്പം നമ്മൾ അവിടെ എത്തുകയാണല്ലോ വേണ്ടിയത്. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം മുതൽ ഈ യാത്ര തുടങ്ങാമെന്നായിട്ട് വിചാരിച്ചു. അങ്ങനെ ഏകദേശം സമയം ഇരുട്ടായിട്ടോ ഒരു 7 മണിയൊക്കെ ആയ സമയമായി ഉണ്ടായേ. അപ്പം നമ്മളത് എപ്പം കഴിച്ചാൽ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് പിന്നെയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. പിന്നെ അത് ഉച്ചക്ക് കഴിച്ചാൽ നമ്മൾക്കിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാനിതുപോലെ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ മോക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മക്കളൊക്കെ ഹെൽത്തിനെ നല്ലോണം ബാധിക്കും. അപ്പോൾ കറക്റ്റ് അവർ ഫുഡ് കഴിക്കില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പം നമ്മളിതാ ഫ്രൈഡ് റൈസാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഓളും കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ആരോ ഐസ് കഴിക്കണം കണ്ടപ്പോൾ എന്ത് ചെയ്ത് ഓൾക്ക് ആവശ്യമായിട്ടോ അത് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അവളിങ്ങനെ പറയുകയല്ല ചെയ്യുക, ആക്ഷൻ കാണിക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ കാണിച്ചു തരും അവർ കഴിക്കണ കണ്ടിട്ടേ. അങ്ങനെ ഒക്കെ വാങ്ങി കൊടുത്തു. പിന്നെ എന്താ നമ്മൾ റൂം ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോണ വഴിയാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ. അവിടെ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഒരു കാട് പോലെയാണ്. അപ്പോൾ ആ വഴി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ മെയിൻ ഗോവയിലെത്തിയപ്പം അധികം ഷോപ്പുകൾ കാണുന്നില്ല കേട്ടോ. നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ അവിടെ എത്തിയപ്പോൾ തന്നെ മെയിനായിട്ട് അവിടുത്തെ കള്ള്, അതായത് ബ്രാൻഡി, ബിയർ അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ടല്ലോ, പല പല ബ്രാൻഡ്, അതൊക്കെ അവിടെ നല്ലോണം എല്ലാ ഷോപ്പിലും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മളെ റൂമിലെത്തിയൊരു ട്രീ ഹൗസൊക്കെ പോലെയാണ് കേട്ടോ. നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മളിതാ റൂം എടുത്ത്. നല്ല റൂമാണ് കേട്ടോ. നമ്മളിതാ റൂമൊക്കെ കയറി. ഫസ്റ്റ് ഒരു ബെഡ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ വേറൊരു സിംഗിൾ ബെഡ് ഇട്ടിരുന്നിട്ടുണ്ട്. ഒരു റൂമിൽ തന്നെ 2 ബെഡ് ഇട്ടിരുന്നിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥ എന്ന് പറയാമെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഇപ്പോഴത്തെ ഒരു തണുപ്പില്ല എന്നാൽ നല്ല ചൂടില്ലാത്തൊരു നോർമൽ കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. പിന്നെ അതാ അവിടെ ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെ നേരെ ബാത്റൂമാണ് കേട്ടോ ഇതായി കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. എ സിയും കാര്യങ്ങളും ഫാനും അതൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ സൈഡിലായിട്ട് ഒരു ഡ്രസ്സിങ് ടേബിളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ചില സമയത്ത് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് അവിടെ എത്തുമ്പോൾ റൂം ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് കയറിയിട്ടുണ്ടായത്. അപ്പോൾ റൂമൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പുറത്ത് അപ്പുറത്തൊക്കെ ഇതുപോലത്തെ റൂമുകളും കാര്യങ്ങളും ഉണ്ട്. സിറ്റ് ഔട്ട് പോലെ ഒന്നും നമ്മളവിടെ ഇരുന്നിട്ട് കോഫി കുടിക്കാനുള്ളൊരു ചെറിയൊരു സെറ്റപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇന്നത്തെ രാത്രിയിലത്തെ വ്ളോഗാണ് കേട്ടോ. മോർണിംഗത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പുറത്തെ റൂമിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം ഇതിപ്പോൾ നമ്മൾ രാത്രി അവിടെ എത്തി നേരെ ഉറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ മോർണിംഗിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ കാണിക്കുന്നുണ്ടായത്. ഫുഡും കാര്യമൊക്കെ അവിടെ അടുത്തുണ്ട് കേട്ടോ. അവിടെ വെറൈറ്റി ഫുഡും ഐറ്റംസും കാര്യമൊക്കെ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ പാർട്ട് 2 ആയിട്ടിട്ടാട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.